നമ്മൾ സർക്കാരും ദിവസമോ എന്തെങ്കിലും ഉറപ്പ് NSSന് കൊടുത്തിട്ടുണ്ടോ ഈ വിശ്വാസ സംരക്ഷണവുമായി ബന്ധപ്പെട്ട്? ഈ കാര്യത്തെ സംബന്ധിച്ചോളം ഞങ്ങൾ പറയേണ്ട കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞത്. ശബരിമല ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോൾ 3 അജണ്ട വെച്ചാണ് നടന്നത്. ഒന്ന്, ഈ കാര്യത്തിൽ ശബരിമലയുടെ മാസ്റ്റർ പ്ലാനും അതിൻ്റെ സമഗ്ര വികസനം. ആ ഭാവി അടിസ്ഥാന വികസനം നടക്കുമ്പോൾ പാരിസ്ഥിതിക പ്രശ്നം സംരക്ഷിച്ചും അടിസ്ഥാന വികസനം ഉറപ്പാക്കിയും അതോടൊപ്പം തന്നെ ശബരിമലയുടെ വികസനം. രണ്ടാമത്തത്, പിൽഗ്രിം ടൂറിസ്റ്റ് സെൻ്ററാക്കി മാറ്റുമ്പോൾ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് അത് സംബന്ധിച്ച രണ്ടാമത്തെ അജണ്ട. മൂന്നാമത്തെ, ക്രൗഡ് മാനേജ്മെൻറ്റ്. ഈ 3 കാര്യങ്ങളെ കേന്ദ്രീകരിച്ചുള്ള കാര്യം മാത്രമാണ് ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളത്. അത് തന്നെ എല്ലാവരുമായി സംസാരിച്ചിരുന്നു. അതിനുള്ള പിന്തുണ എല്ലാ അർത്ഥത്തിലും എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടായി. കോൺഗ്രസ്സിലിപ്പോൾ കലാപം ഉണ്ടാകുന്ന ഞങ്ങൾ വിചാരിച്ചുകൊണ്ട് മാത്രമല്ല, കോൺഗ്രസ്സിലെ കലാപം അവരുടെ കയ്യിലിരിപ്പുകൊണ്ടാണ്. കാരണം അതിലിപ്പോൾ ആര് പ്രതിപക്ഷ നേതാവാകണം എന്നുള്ള തർക്കം എത്ര നാളായി തുടങ്ങിയിട്ട്, അതിലാര് ഭാവി കാര്യങ്ങളിൽ മുന്നോട്ട് പോകണം, നേതൃത്വം തമ്മിലുള്ള കലഹവും അതോടൊപ്പം തന്നെ അതിനുള്ളിലുള്ള ജീർണാവസ്ഥയെല്ലാം നിലനിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനുള്ളിലെ അസംതൃപ്തി ഇങ്ങനെ അവർ തന്നെ സ്വയം വരുത്തി വെച്ച കാര്യങ്ങളും, അതിലിപ്പോൾ ആത്മഹത്യകൾ കോൺഗ്രസ്സിൽ പെരുകി വരികയല്ലേ. ഒരു മരണങ്ങളുടെ വ്യാപാരി എന്ന രൂപത്തിലേക്കാണ് ഇതിലെ ഓഫീസുകളൊക്കെ മാറിത്തീരുന്നത്. ഇപ്പോൾ ഇന്നലെ അവിടെ മീഡിയ സെല്ലിൻ്റെ ആൾ ആത്മഹത്യ ചെയ്തതായിട്ട് ഇന്ന് വാർത്ത കണ്ടു. വയനാട്ടിൽ എത്ര പേർ ആത്മഹത്യ ചെയ്തു? ഒരു ട്രഷറായിരുന്ന ആൾ വിജയൻ ആത്മഹത്യ ചെയ്തു, മകൻ ആത്മഹത്യ ചെയ്തു, മറ്റൊരു കോൺഗ്രസ് മണ്ഡല പ്രസിഡന്റ് ആത്മഹത്യ ചെയ്തു. ഇങ്ങനെ തുടർച്ചയായിട്ട് ആത്മഹത്യകൾ വരുന്ന രൂപത്തിലേക്ക് എല്ലാവരും കത്തെഴുതി വെച്ചിട്ടാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വ നിരയിൽ നിന്ന് വരുന്ന അത്തരത്തിലുള്ള സമീപനം കൊണ്ട് അവരിൽ വരുന്ന അസ്വസ്ഥതകൾക്ക് ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യാനാണ്? അത് അവർ സ്വയം പരിഹരിക്കാൻ ശ്രമിക്കണം. നേതാക്കന്മാരോട് പെടുന്നതിൽ അനുനയ നീക്കത്തിന് പോകുമ്പോൾ മറുവശത്ത് പ്രതിപക്ഷ നേതാവ് പറയുന്നത് അങ്ങനെ ആരെയും അനുനയ നീക്കത്തിന് അയച്ചിട്ടില്ലെന്നുള്ളതാണ്. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. മുമ്പ് ഇതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ മുമ്പ് അവിടെ പോയതിന് ശേഷം ഞാനങ്ങനെ പോകാൻ തയ്യാറില്ല എന്നൊക്കെ പറഞ്ഞതിൻ്റെ കമൻറ്റും അതിന് മറു കമൻറ്റൊക്കെ നമ്മൾ കേട്ടതാണ്. അത് കൃത്യമല്ല, നമ്മൾ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. കുടുംബത്തിലെ